ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻക്യുബേറ്ററിലായിട്ട് വീഴുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പിന്നെ നമ്മളെ അട വെച്ചിട്ടുണ്ടായിരുന്ന അമ്മക്കോഴിക്ക് ഒരു 7ഓളം കുഞ്ഞുങ്ങൾ മൊത്തം ഒരു 30നോടടുപ്പിച്ച് കോഴിക്കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വാക്സിനേഷൻ ദിവസമായിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും 5, 6, 7 ദിവസങ്ങളിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അതിന് മിനിമം ഒരു 6-ആം ദിവസം കൊടുക്കുകയാണെങ്കിൽ ഒരു നടുവിലായിട്ട് കൊടുക്കുക. നമുക്ക് 2 ദിവസങ്ങളായിട്ട് ഇറങ്ങിയത്, അപ്പോൾ നമ്മൾ 6-ാം ദിവസമായിട്ടാണ് കൊടുത്തത്. അപ്പോൾ മെഡിക്കൽ ഷോപ്പിലോട്ട് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും നിശ്ചിത ടെമ്പറേച്ചറിൽ ഈ ഒരു മരുന്ന് കൊടുക്കണം, എന്നാലേ എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കരുതുന്നവർ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തരുന്ന മെഡിക്കൽ ഷോപ്പുകളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ബോക്സിൽ ഒരു ഐസ് ക്യൂബോ സിപ്പപ്പോ ജസ്റ്റ് നമ്മളെന്തെങ്കിലും കരുതിയിട്ട് അതിലോട്ട് ഈ മരുന്ന് ഇടുമ്പോഴും ആ തണുപ്പ് നിലനിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിൽ നമുക്കൊരു 100 കോഴിക്കുഞ്ഞുങ്ങൾക്ക് വരെയുള്ള ഒരു ഡോസേജ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത്രത്തോളം കിട്ടുമെന്ന് നമുക്കറിയില്ല. നമ്മൾ 100-നൊന്നും എന്തായാലും കൊടുക്കാറില്ല. നമ്മളൊരു 50-30 കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മൾ അടുപ്പിച്ച് കൊടുക്കാറുള്ളത്. പിന്നെ ഈ വാക്സിനേഷൻ നമുക്ക് 2 രീതിയിലായിട്ട് കൊടുക്കാം. കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ കഴിയുന്നതിന് അത്ര കോഴിക്കുഞ്ഞുങ്ങൾ മീൻസ് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുള്ളെങ്കിൽ നമുക്ക് അവരെ പിടിച്ച് ഒരു ഡ്രോപ്പ് കണ്ണിലായിട്ടും ഒരു ഡ്രോപ്പ് മൂക്കിലും, അല്ലെങ്കിൽ 2 ഡ്രോപ്പ് കണ്ണിലോ 2 ഡ്രോപ്പ് മൂക്കിലോ ഏത് രീതിയിലും കൊടുക്കാം. പിന്നെ നമുക്ക് പിടിച്ചെണ്ണാൻ പറ്റാത്ത കോഴികളാണെങ്കിൽ നമുക്ക് ഒരു കുറച്ച് നേരം വെള്ളം കൊടുക്കാതെ ഇരുന്നിട്ട് നമുക്ക് വെള്ളത്തിൽ ഡ്രോപ്പ് മിക്സ് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെയും കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബോട്ടിൽ കിട്ടുന്ന ഈ പൊടിയും ഈ ലിക്വിഡും തമ്മിലൊരു 70% ലിക്വിഡ് ആ ബോട്ടിലേക്ക് പൊടിയിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് റിട്ടേൺ ആയിട്ട് അത് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്യാറുള്ളത് നമ്മൾ ഈ ഒരു ബോട്ടിൽ ഈ ഒരു രീതിയിലാണ്. കാരണം നമ്മൾ വെള്ളത്തിൽ കൊടുക്കാറില്ല, നമുക്ക് വളരെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതാണ് നമുക്ക് ആദ്യം വരുന്ന അമ്മക്കോഴിയുടെ കുഞ്ഞ്. ആ കോഴിക്കുഞ്ഞ് ഒരു 7 ദിവസമായപ്പോഴേക്കും ചിറകെല്ലാം അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴിക്കുഞ്ഞിൻ്റെ ഇങ്ങനെയായിട്ട് നമ്മൾ ഈ ഭാഗം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ കണ്ണിങ്ങനെ തുറന്ന് വെച്ച് തരും. അതിലേക്ക് ഒരു ഡ്രോപ്പ്, ഒരു കണ്ണിലേക്ക് ഒരു ഡ്രോപ്പ് എന്ന രീതിയിൽ നമ്മൾ ഒറ്റിച്ചു കൊടുക്കുക. ചില കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ടാവും, കാരണം അവരെ ഫസ്റ്റ് ടൈമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു തുള്ളി കണ്ണിലേക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, കാരണം അവർക്ക് ആ ഒരു ഇറക്കണം. ഇപ്പോൾ കണ്ണിലൂടെ നമ്മളത് വയറ്റിലേക്ക് പോകുന്ന രീതിയിലാണ്. അപ്പോൾ ഒരു തുള്ളി കണ്ണിലേക്കും ഒരു തുള്ളി മൂക്കിലേക്കും എന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇത് പിന്നെ അടുത്ത കോഴിക്കുഞ്ഞാണ്. ഇതൊരു ലൈനേജ് കോഴിക്കുഞ്ഞാണ്. ഇതിന് അത്യാവശ്യം ഗ്രോത്ത് എല്ലാം വെച്ചിട്ടുണ്ട്. ഒരു 7 ദിവസത്തിൻ്റേതായ ഗ്രോത്തിൻ്റെ കുറവൊന്നും കാണാറില്ല. പിന്നെ നെയ്ക്കറിനൊക്കെ നമ്മൾ അത്യാവശ്യം നല്ലൊരു കോഴിക്കുഞ്ഞാണ്. അത്യാവശ്യം അതിനെ നമ്മൾ സെയിം അവസ്ഥയിൽ നമ്മൾ 3 കോഴിക്കുഞ്ഞിനെ ഇതിൽ കാണിക്കുന്നുള്ളൂ, കാരണം എല്ലാത്തിനും ഇത് ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾക്കും നൽകേണ്ടത്. അങ്ങനെ എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾക്കും നമ്മൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇവരെ വെച്ചിട്ടുള്ളത്. ഇനി അപ്ഡേറ്റ്സുകൾ അറിയിക്കാം.